ടോക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആദ്യമായി നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയതിനെ പറ്റിയാണ്. മനുഷ്യരെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യമായിരുന്നു അപ്പോളോ 11. നീൽ ആംസ്ട്രോങ്, എഡ്രിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരായിരുന്നു യാത്രികർ. നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി. ആക്ച്വലി ഇപ്പോൾ നീൽ ആംസ്ട്രോങ് കൂട്ടരോടെ കാലുകുത്തി എന്ന് പറയുന്നതിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കുറെ കറക്ഷൻസ് അതിനകത്തുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറെ രീതിയിലുള്ള തെളിവുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് പോയിരിക്കുന്ന വർഷമാണ്. ഏത് വർഷമാണ് അവരവിടെ കാലുകുത്തിയിരിക്കുന്നത്? 1969 ജൂലൈ 16 അവിടെ ലാൻഡ് ചെയ്തത്. ആക്ച്വലി ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ വർഷം പറയുന്ന കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. കാരണം 2024 പോലും വേറെ ഒരു കൺട്രീസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഒരു ഇതേപോലെയുള്ള ഒരു ഉപഗ്രഹത്തിലോ ഒരു ഗ്രഹത്തിലോ ലാൻഡ് ചെയ്യാനുള്ള ഒരു സംഭവം അവര് കണ്ടുപിടിച്ചിട്ടില്ല. ഒരു ആരും കണ്ടുപിടിച്ചതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആക്ച്വലി ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവുകളൊന്നും ഇതുവരെ പ്രൂവൺ ആയിട്ട് ആരും കൊടുത്തിട്ടില്ല. പറയുന്നതെന്ന് വെച്ചപ്പോ അവര് ലാൻഡ് ചെയ്യുന്നത് ഓക്കെ, ലാൻഡ് ചെയ്ത് തിരിച്ചു വരാനുള്ളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇപ്പൊ എങ്ങനെ നമ്മളിപ്പോ ഹ്യൂമൻസ് പോയിട്ട് തിരിച്ചു വരാനുള്ള അങ്ങനെ കൂട്ടാതെ ആരും പോകാതെ വെറുതെ ഓരോ പേടകം അയച്ചിട്ട് വരും, ആ പേടകം പോലും തിരിച്ചു വരാണ്ടൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവരവിടെ ഈ ലാൻഡ് ചെയ്തെന്ന് പറയുന്നത്? ലാൻഡ് ചെയ്യാം ഓക്കെ, ഒരുപാട് രാജ്യങ്ങളെല്ലാം ഇപ്പോ ചന്ദ്രനെ പറ്റും ബാക്കിയുള്ള ഗ്രഹങ്ങളെ പറ്റിയൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലാൻഡ് ചെയ്യുന്ന ഒരു ഗ്രഹങ്ങളും തിരിച്ചു വരാനായിട്ടുള്ള ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ അപ്പോളോ 11 തിരിച്ചു വന്നതായി തെളിവുകളുണ്ടല്ലോ. അതാണ് പറഞ്ഞത്, തെളിവുകൾ എന്ന് അവർ പറയുന്നത് കുറച്ച് വീഡിയോ ക്ലിപ്സും അതിന്റെ കുറച്ച് അപ്പോളോ ഇവര് അയച്ചെന്ന് നാസയാണ് പറയുന്നത്. അല്ലാതെ ഒരു രാജ്യക്കാരും അത് സമ്മതിച്ചിട്ടില്ല. അങ്ങനെ പോയെന്നും നമുക്കുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ. അതിന് പ്രൂവൻ ആയിട്ടുള്ള തെളിവെന്ന് പറയാൻ അവിടെ പറയുന്നു നമ്മുടെ നീൽ ആംസ്ട്രോങ് ആണ് കാലുകുത്തി എന്ന് പറയുന്നു. പക്ഷെ നീൽ ആംസ്ട്രോങ്ങിന്റെ അവര് കൊടുത്തിരിക്കുന്ന ഫുട് പ്രിന്റും ഇതും തമ്മിൽ മാച്ചിങ് അല്ല. അപ്പോൾ അവര് അടുത്ത ന്യായം പറയുന്നതെന്ന് വെച്ചാൽ ഈ നീൽ ആംസ്ട്രോങ്ങിന്റെ ഫുട് പ്രിന്റ് ഇതിന്റെ പുറത്ത് ഒരു ബൂട്ട് അവര് ധരിച്ചിരുന്നു. എങ്കിൽ പിന്നെ ആ ബൂട്ട് എന്തുകൊണ്ട് അവര് നമുക്ക് കാണിക്കുന്നില്ല? അത് അവര് ഇപ്പൊ ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് മേക്ക് ചെയ്തതിന്റെ ബൈ മിസ്റ്റേക്ക് അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കണം ആ ഫുട് പ്രിന്റിന്റെ ഒരു വിഷയം വന്നത്. അല്ലെങ്കിൽ സെയിം ഫുട് പ്രിന്റ് അവർ കാണിക്കണ്ടേ? തെളിവിന് വേണ്ടി അവർ പോയി. ഇപ്പോൾ സ്പേസ് വരെയൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് സ്പേസ് വരെ പോയിട്ട് തിരിച്ചു വരാം. ഒരു ഉപഗ്രഹത്തിലോ ഗ്രഹത്തിലോ ഇറങ്ങിയതായിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പോലും ഒരു രാജ്യക്കാർക്കും ഇറങ്ങാൻ പറ്റിയിട്ടില്ല ആക്ച്വലി. അല്ലെങ്കിൽ ഇപ്പോ ആ വർഷത്തിൽ ഇപ്പൊ 1969 അല്ലേ, 1969 ലാൻഡ് ആയെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെയും ബാക്കിയുള്ള ഒരു കൺട്രീസിനും ഒരു ഗ്രഹത്തിലോ ഉപഗ്രഹത്തിലോ ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല? പക്ഷേ ചന്ദ്രോപരിതലത്തിൽ നിന്നും ഒരു 21 കിലോയോളം സാധനങ്ങൾ അവർ കളക്ട് ചെയ്തതായിട്ട് തെളിവുകളുണ്ടല്ലോ. ആ തെളിവുകൾ എന്റെ ഊഹ ശരിയാണെങ്കിൽ, അല്ലാതെ ഉപരിതലം ഇങ്ങനെയാണെന്നുള്ളത് ആക്ച്വലി നമ്മൾ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് അവരെന്തെങ്കിലും മേക്ക് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ഒരു ഇതെന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ അവര് ആക്ച്വലി അവിടെ ഇറങ്ങിയ സമയത്ത് ചന്ദ്ര ഉപരിതലത്ത് ഫുൾ ഇരുട്ട് മൂടിയതുപോലെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഇപ്പൊ ഭൂമിയിലാണെങ്കിൽ ഇരുട്ട് സമയത്താണെങ്കിൽ ആകാശത്ത് എന്തൊക്കെ കാണാൻ പറ്റും? കാണാം. പക്ഷെ അവരത് കാണിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയിലും സ്റ്റാർസ് ഇല്ല. സ്കൈയിൽ എന്തായാലും ഇപ്പോ ബഹിരാകാശത്ത് എന്തായാലും സ്റ്റാർസ് ഉണ്ട്. അത് ഏത് ഗ്രഹത്തിൽ നിന്നാലും ആ ഗ്രഹത്തിൽ നിന്ന് കാണുമ്പോൾ സ്റ്റാർസ് തന്നെ ആയിരിക്കും അവർക്ക് കാണേണ്ടത്. പക്ഷെ എങ്കിൽ ചന്ദ്രനിൽ നിൽക്കുമ്പോഴും സ്റ്റാർസ് അല്ലേ കാണേണ്ടത്? സ്റ്റാർസ് കണ്ടായിട്ട് ഒരു ഇതുമില്ല. അല്ലെങ്കിൽ അവർ പോയത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഇവിടെ ചില പ്രത്യേക ദിവസങ്ങളിൽ സ്റ്റാർസ് ഒന്നും കാണാത്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ മേ ബി പോയാലും സൂര്യൻ കറങ്ങി വരുന്നത് അനുസരിച്ചാണ് സ്റ്റാർസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ പോലും സ്റ്റാർസും ഇല്ല. അപ്പോൾ അത് ഉറപ്പായിട്ടും ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, ഈ സമയത്ത് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് അറിയാമോ? എങ്ങനെ പോയിട്ടില്ലെന്നാണോ? കാരണം അന്നത്തെ കാലത്ത് നമുക്കിപ്പോ 1960 എന്ന് പറയുന്ന കാലത്ത് അവര് പറയുന്നത് നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. കാരണം അന്ന് നമുക്ക് പോയിട്ടില്ലെന്നോ പോയിട്ടുണ്ടെന്നോ പറയാൻ ബാക്കിയുള്ള ആർക്കും കണ്ടുപിടിക്കേണ്ട ഒന്നുമില്ല. കാരണം നമുക്കിപ്പോ എന്ത് പറയാം, അവിടെ അവിടെയുള്ള ഊർജ്ജ സ്രോതസ്സുകൾ എന്താണെന്നോ അവർ കൊണ്ടുവന്ന സാധനങ്ങൾ ശരിയാണെന്നോ അന്ന് 1970 കണ്ടുപിടിക്കാൻ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അവരൊരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ഇറക്കിയാൽ പോലും നമ്മളത് വിശ്വസിച്ചേ പറ്റും. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്ന് ടെക്നോളജി അത്രയും ഡെവലപ്ഡ് ആണ്. ആ സമയത്ത് ഈ സമയത്ത് ഒരിക്കലും അന്ന് അവരവിടെ പോയി എന്ന് പറയുന്നതിനോട്
സത്യം പറഞ്ഞാൽ നമ്മൾ കൊച്ചിലെ തൊട്ട് പറഞ്ഞ് പഠിപ്പിച്ച ഒരു കാര്യമാണ് നീലാം സ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ കാല് കുത്തിയത് തിരിച്ചു വന്നു. നോർമലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പേടകം പോലും മനുഷ്യനെ അയക്കാതെ ഒരു പേടകം പോലും ഒരു ഗ്രഹത്തിലോ ഉപഗ്രഹത്തിലോ ഇതുവരെ വേറെ ഒരു കൺട്രീസിനും ഇറക്കാനോ ഒന്നും കഴിഞ്ഞില്ല. ഈ ഇപ്പൊ നാസയെക്കാട്ടും വലിയ വലിയ വേറെയും സ്പേസ് സ്റ്റേഷൻസ് ഉണ്ട്, അവർക്ക് പോലും അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ തന്നെ ലാസ്റ്റ് ആയിട്ട് ചന്ദ്രയാൻ 3 പോലും മൂൺ മിഷനിൽ വിജയിച്ചത് പോലും ചന്ദ്രയാൻ 3 ആണ്. അതിനുമുമ്പ് നോർമലി ആളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അയച്ചത് പോലും ഫെയിലർ ആവുകയാണ് പോയത്. പിന്നെ എങ്ങനെയാണ് അവർ പോയിട്ട് തിരിച്ചു വന്നെന്ന് പറയുന്നത്? പക്ഷേ ഏകദേശം 12ഓളം ആളുകള് ചന്ദ്രൻ കാലുകുത്തിയത് ചന്ദ്രനിലൂടെ നടന്നതായും അല്ല, 12 ആൾക്കാർ നടന്നതല്ല, ആക്ച്വലി നടന്നതായിട്ട് പറയുന്ന 2 പേരാണ്. ബാക്കി ഈ മിഷനിൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. എന്നുവെച്ചാൽ ആക്ച്വലി ഇപ്പൊ സ്പേസ് സെന്ററിൽ നിന്നും നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഇതുവരെയും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ അവര് ചന്ദ്രനിൽ പോയെന്ന് പറയുന്നു, ഒരുപാട് ഫോട്ടോ വിഷ്വൽസ് ഒക്കെ ഉണ്ട്, ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്തു എന്ന് പറയുന്നു. പക്ഷെ അത്രയും ചെയ്തവർക്ക് കാല് കുത്തിയില്ല എന്ന് മാത്രം പറയാൻ എങ്ങനെ പറ്റും നമുക്ക്? കാല് കുത്താത്തുണ്ട്, കാരണം അങ്ങനെ കാല് കുത്തിയില്ല എന്ന് പറയാൻ നമുക്ക് പ്രൂവൺ ആയിട്ടുള്ള എവിഡൻസ് ഇല്ലല്ലോ. ഒന്ന് മെയിനായിട്ട് പറയുകയാണെങ്കിൽ അവിടെ അന്നത്തെ സാഹചര്യത്തിൽ എന്ത് വാതകമാണ് അവിടെ ഉള്ളതെന്ന് ആർക്കും അറിയില്ല. ഓക്കെ, ഭൂമിയോട് അടുത്തായതുകൊണ്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡോ അങ്ങനെ എന്തെങ്കിലും വാതകമാണ് ഇപ്പൊ അതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ അവരതിന് മുമ്പേ അത് കണ്ടുപിടിച്ചെങ്കിൽ പോലും നമുക്കിപ്പോ അവരതിനു മുമ്പ് ഡെമോ ആയിട്ട് ഒരു പേടകങ്ങളൊന്നും അവിടെ അയച്ചിട്ടില്ല. ഒന്നിൽ അവിടെ നിന്ന് എന്തെങ്കിലും കളക്ട് ചെയ്ത് അവിടുത്തെ വാതകവും കാര്യങ്ങളും അവിടെ ഇറങ്ങാൻ പറ്റുമെന്നെല്ലാം പ്രൂവൺ ആയിട്ട് ആണെങ്കിൽ ഇറങ്ങാം. അതെല്ലാം പോട്ടെ, കാല് കുത്തിയെന്ന് പറയുന്നുണ്ട്, ഓക്കെ നമുക്ക് സമ്മതിക്കാം. എങ്കിൽ എന്തുകൊണ്ട് അതിനുശേഷം ഇതുവരെ അവരവിടെ കാല് കുത്തിയില്ല? ഒരു പ്രാവശ്യം പോയ ആൾക്കാരാണ് ഈ നീൽ ആംസ്ട്രോങ് ടീം. അപ്പൊ നാസയാണ് അവരെ അയച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ അയച്ചു കഴിഞ്ഞാൽ എങ്ങനത്തെ രീതിയിലുള്ള പേടകത്തിൽ പോയാൽ അവിടെ എത്താം, അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിലുള്ള പേടകത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു വരാം? അവർ ഇത്രയും 20 കിലോയോളം 20 കിലോയോളം സ്രോതസ്സുകൾ അവിടെ നിന്ന് കളക്ട് ചെയ്തെന്ന് പറയുന്നെങ്കിൽ എന്തുകൊണ്ട് അതിനുശേഷം അവർ ഇതുവരെ അവിടെ പോയിട്ടുമില്ല, കളക്ട് ചെയ്തിട്ടില്ല? ബാക്കിയുള്ള എല്ലാ രാജ്യക്കാരും അവിടെ ഓരോ ഉപഗ്രഹങ്ങളും ഓരോ റോക്കറ്റുകൾ നിക്ഷേപിച്ച് അവിടെ നിന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ ഇവരെന്തുകൊണ്ടെങ്കിൽ ആളെ അയച്ച് കളക്ട് ചെയ്യുന്നില്ല? കാരണം 1960-ഉം 2024 തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അന്ന് ആളെ ഇറക്കിയ ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഇന്ന് അതിന്റെ 2 ഇരട്ടി ഈസിയാണ്. കാരണം അന്നത്തെ കാര്യം ടെക്നോളജി ഇപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ അങ്ങനെ അവർ കളക്ട് ചെയ്യുന്നില്ല? എങ്കിൽ ബാക്കിയുള്ള എല്ലാ രാജ്യക്കാരെക്കാട്ടും എളുപ്പത്തിൽ അവർക്ക് അവിടുത്തെ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? അതുപോലെ തന്നെ അവിടെ പുള്ളി ഇറങ്ങി അവിടെ ഒരു ഡാൻസ് കളിക്കുന്നതിന്റെ ഒരു ദൃശ്യമൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അത് അവിടെ പോയിട്ട് നമ്മൾ സീരിയസ് ആയിട്ടൊരു മിഷനായിട്ട് പോയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? നമുക്ക് അവിടെ കുറച്ച് ആ സന്തോഷത്തിൽ ചെയ്തായിരിക്കും മേ ബി, അല്ലെങ്കിൽ ഇത് പ്രീ പ്ലാൻഡ് ആയിട്ട് ഇവിടുന്ന് നമ്മൾ കരുതി പോകണം അവിടെ പോയി ഡാൻസ് കളിച്ചൊരു വീഡിയോ എടുക്കും. കാരണം ഇത്രയും സീരിയസ് ആയിട്ടൊരു മിഷൻ നമ്മൾ ചിന്തിച്ച് പോകുമ്പോൾ നമ്മളെ മനസ്സിനകത്ത് അതായിരിക്കത്തില്ല അവിടെ ഉണ്ടാവുക. നമുക്ക് അവിടെ പോയി ലാൻഡ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ കളക്ട് ചെയ്യുക, നമുക്ക് ഇൻഫർമേഷൻസ് എടുക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. അതും പോയിട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവര് പോയ ഉപഗ്രഹം ഇവര് പോയ നമ്മളെ അത് തിരിച്ചു വന്നതിന്റെ ഒരു ഫൂട്ടേജ് അവര് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് അവര് മൂണില് ക്യാമറ സെറ്റ് ചെയ്ത് എടുത്താണോ, അതോ ആരെങ്കിലും ഇവിടെ നിന്ന് പോയ ആളെ അവളെ ഇറക്കി നിർത്തി എടുത്തിട്ട് പകുതി വഴിയിൽ കയറിട്ട് കയറ്റിയതാണോ? അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം അല്ലാതെ അവർ ഒരു എക്യുപ്മെന്റ്സും അവിടെ നിക്ഷേപിച്ചിട്ടല്ലല്ലോ വന്നത്. കാല് കുത്തി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്തെങ്കിലും എക്യുപ്മെന്റ്സ് അവിടെ നിക്ഷേപിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. എനിക്ക് അതിനെ പറ്റി അറിയില്ല, കാല് കുത്തിയെ പറ്റി എനിക്കിപ്പോ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്സോ ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വീഡിയോ ഫുട്ടേജ് ആയിരിക്കണം അത്. അല്ലാതെ എന്റെ കണക്കിൽ കാല് കുത്തിയെന്ന് പറയാൻ ആയിട്ട് ഒന്നുമില്ല. പിന്നെ അവിടത്തെ എന്ന് പറയുന്ന ഈ 20 കിലോയുള്ള കൊണ്ടുവന്ന സാധനം അത് നമുക്കിപ്പോ ഭൂമിയിൽ നിന്ന് നടന്നു പോയതാണ് ചന്ദ്രൻ എന്നാണ് പറയുന്നത്. പസഫിക് ഓഷന്റെ ഒരു ഭാഗത്ത് നിന്ന് നടന്നു പോയ ഒരു ഭാഗമാണ് ചന്ദ്രൻ എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോയ ചന്ദ്രൻ ഉണ്ടാവുന്ന സാധനങ്ങളെല്ലാം ഭൂമിയിൽ ഉണ്ടായിരുന്നത് തന്നെ ആയിരിക്കും. മേ ബി അതുപോലെ തന്നെ ചന്ദ്രനിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോൾ അത് സൂര്യനിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ഉണ്ട്, നമ്മുടെ ഭൂമിയിൽ നിന്നും സൂര്യനിൽ നിന്നും ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടുത്തെ അന്തരീക്ഷം അങ്ങനെ ആയി പോയതായിരിക്കും. കാരണം സൂര്യപ്രകാശം അടിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്, അതിന്റെ കൊണ്ടുള്ള ഡിഫറൻസ് കൊണ്ടുള്ള രീതിയിലായിരിക്കും. അത് നോർമലി നമ്മളിപ്പോൾ ടെലിസ്കോപ്പിക് ഇമേജസ് സെർച്ച് ചെയ്ത് തന്നെ നമുക്ക് അതിന്റെ ഇമേജസ് കാണാം. എങ്ങനെയാണ് ഒരു
വൈറ്റ് അല്ലാത്തൊരു കളറിലാണ് നമ്മൾ കാണുന്നത്. ആക്ച്വലി അതിന്റെ കളർ എനിക്കറിയില്ല. അപ്പോൾ അത് വെച്ച് ഇവർക്ക് ഇവിടെ സ്വന്തമായിട്ട് അതേപോലത്തെ ഇമേജസ് മേക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓൾറെഡി തന്നെ പ്രൂവൺ ആണ്. പ്രൂവൺ അല്ല, സോറി, പസഫിക് ഓഷന്റെ ഒരു ഭാഗത്ത് നിന്ന് അടർന്നു പോയതാണ് ചന്ദ്രൻ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം പിന്നെ അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ പ്രശാന്തിയുടെ സമുദ്രം എന്ന പേരുള്ള ഒരു ഭാഗത്ത് ഈ പ്രശാന്തിയുടെ സമുദ്രം എന്ന് പേരിട്ടതാരാണ്? അവര് തന്നെ പറയുന്നതാണ്. പ്രശാന്തിയുടെ സമുദ്രം എന്ന് പേരുന്ന ഒരു ഭാഗത്ത് 21 മണിക്കൂറും 33 സെക്കൻഡ് 33 മിനിറ്റും അവർ സ്പെൻഡ് ചെയ്തതായി പറയുന്നുണ്ട്. ആക്ച്വലി ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 21 മണിക്കൂർ എന്ന് പറയുന്നതിന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. അതിനുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റിൽ പറയുന്നതാണ്, അല്ലാതെ സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. എൻ്റെതായ ഒരു കൺസെപ്റ്റിലും ഒരു നോർമലായിട്ട് നമ്മൾ എന്നെ പോലുള്ള കുറച്ച് ആൾക്കാർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിച്ചാൽ മതി. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത്. ഞാൻ ഈ കാര്യം കുറച്ച് ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇനി ഇതിലോട്ട് വരാം. ഈ 21 മണിക്കൂർ എന്ന് പറയുന്നില്ലേ, 21 മണിക്കൂർ 30 സെക്കൻഡ് അല്ല 30 മിനിറ്റ്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ചിന്തിക്കാന്നുള്ളേ ഉള്ളൂ. ഇവർ ഇപ്പോൾ ഒരു സ്പേസ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഓക്സിജൻ അല്ലെങ്കിൽ സ്പേസ് ഷിപ്പിൽ ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടർ എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാമോ? ഏകദേശം ഒരു 5 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടിയ ഡ്യൂറേഷൻ നമുക്ക് 8 മണിക്കൂർ തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ഒരാൾക്ക് 3 യൂണിറ്റ് എങ്കിലും മിനിമം വേണം. അങ്ങനെ 2 പേരാണ് അവിടെ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മിനിമം 6 യൂണിറ്റ് വേണം. ആക്ച്വലി 3 പേരില്ലേ പോയത്? 3 പേര്, 2 പേരല്ലേ അവിടെ ഇറങ്ങിയതായിട്ട് പറയുന്നുള്ളൂ. ഒരാൾ ഇറങ്ങിയതായിട്ടൊന്നും എൻ്റെ അറിവിലില്ല. മേ ബി ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പുള്ളിക്ക് കൂടെയുള്ള യൂണിറ്റ്, ഒരു യൂണിറ്റിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും യൂണിറ്റ് അവർ ഇവിടെ നിന്ന് കരുതണം ഒന്ന്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ